രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലും അവകാശവാദവുമായി സംഘപരിവാർ. ദർഗയ്ക്ക് കീഴിൽ ശിവക്ഷേത്രം ഉണ്ടെന്ന് വാദിച്ച് സംഘപരിവാർ ഹർജി നൽകി. വിഷയത്തിൽ അജ്മീർ കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും കേന്ദ്രത്തിനും നോട്ടീസ് അയച്ചു. യുപിയിലെ ഷാഹി മസ്ജിദ് സർവേക്ക് പിന്നാലെയാണ് അജ്മീർ കോടതിയുടെ നടപടി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. റഷീദ്, നിലവിൽ ആ വിദ്വേഷ രീതി തന്നെ തുടരുകയാണ്. ഇപ്പോൾ അജ്മീർ ദർഗയ്ക്ക് കൂടി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും പിന്നോട്ടില്ല. വർഗീയ വിദ്വേഷം തന്നെയാണ്, സംഘർഷം ഉണ്ടാക്കൽ തന്നെയാണ് ബിജെപിയുടെ നയം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം വാരണാസി, മധുര, ഷാഹി മസ്ജിദ് തുടങ്ങിയ ആരാധനാലയങ്ങളിലെ അവകാശവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലും അവകാശവാദവുമായി സംഘപരിവാർ രംഗത്തെത്തിയിരിക്കുന്നതിലും ദർഗയ്ക്ക് കീഴിൽ ശിവക്ഷേത്രമുണ്ട് എന്നാണ് ഇപ്പോൾ വാദിച്ചുകൊണ്ടാണ് അജ്മീർ കോടതിയിൽ ഇപ്പോൾ സംഘപരിവാർ നേതാവ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 4-നായിരുന്നു ഈ ഹർജി സമർപ്പിച്ചത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അജ്മീർ കോടതി ആർക്കിയോളജിക്കൽ വിഭാഗത്തിനും ഒപ്പം കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചിരിക്കുന്നതിലും യുപിയിൽ നമുക്കറിയാം ദിവസങ്ങളോളമായി യുപിയിലെ ഷാഹി ജമാ മസ്ജിദിൽ സർവേക്ക് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ ഇതുവരെയും ഒരു ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് പിന്നാലെ ഇപ്പോൾ യുപിക്ക് ശേഷം രാജസ്ഥാനിലും ഇത്തരത്തിലുള്ള ഒരു അവകാശവാദവുമായി സംഘപരിവാർ രംഗത്തെത്തിയിരിക്കും. എന്തായാലും പഴയ ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഹർജിക്കാരൻ കോടതിയിൽ അറിയിച്ചു. ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലും അവകാശവാദവുമായി സംഘപരിവാർ. ദർഗയ്ക്ക് കീഴിൽ ശിവക്ഷേത്രം ഉണ്ടെന്ന് വാദിച്ച് സംഘപരിവാർ ഹർജി നൽകി.